നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യൻ്റ് ആണോ? അങ്ങനെയാണെങ്കിൽ ഈ ഷുഗർ നിങ്ങളുടെ കിഡ്നി അഫക്റ്റ് ചെയ്ത് കാണുമോ? നമ്മളെല്ലാവരും റെഗുലർ ചെക്കപ്പിന് സിറം ക്രിയാറ്റിൻ, ബ്ലഡിലുള്ള ക്രിയാറ്റിൻ്റെ അളവ് മാത്രമാണ് ചെക്ക് ചെയ്യാറ്. പലപ്പോഴും അത് നോക്കുമ്പോൾ നോർമലായി കാണാറുണ്ട്. എന്നാൽ ഇതുപോലെ കൺട്രോൾഡ് അല്ലാത്ത ഷുഗർ ഉള്ളവർ ഒരു 50% കിഡ്നി ഡാമേജ് ആയതിനു ശേഷം മാത്രമാണ് നമ്മൾക്ക് ക്രിയാറ്റിൻ്റെ അളവിൽ വ്യത്യാസം കാണാറ്. നമ്മുടെ ശരീരം തന്നെ നമ്മൾക്ക് കുറച്ച് സിംറ്റംസ് കാണിച്ചു തരാറുണ്ട്. ആ സിംറ്റംസ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കോംപ്ലിക്കേഷൻസ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. മൂത്രത്തിൽ പത കാണുക, അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കൈയും കാലിലും നീര് കാണുക, അതുപോലെ മുഖത്ത് നീരുണ്ടാകുക, രാത്രി ഒരുപാട് സമയം മൂത്രം ഒഴിക്കാൻ എഴുന്നേൽക്കുക, അതുപോലെ നിയന്ത്രിതമല്ലാത്ത BP ഉള്ളവര് വിശപ്പ് കുറയുന്ന ലക്ഷണം കാണാം, അതുപോലെ എപ്പോഴും ക്ഷീണം കാണും. ഷുഗർ ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ HbA1c ലെവൽ കഴിവതും 7.5% താഴെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഉയർന്ന BP ഉള്ളവർ നിങ്ങളുടെ BP കൺട്രോൾ ചെയ്ത് കൃത്യമായ മരുന്ന് കഴിച്ച് ഒരു 130/80 അല്ലെങ്കിൽ 140/80 റേഞ്ചിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. വർഷത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളുടെ കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യണം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വേദന ശമനികൾ അല്ലെങ്കിൽ പെയിൻ കില്ലേഴ്സ് കഴിക്കുന്നത് ഒഴിവാക്കും. ഈ പറയുന്ന ഏതെങ്കിലും ലക്ഷണം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ടെസ്റ്റാണ് യൂറിൻ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ 30 മേലെ പോവുകയോ അതല്ല എങ്കിൽ GFR റേറ്റ് 60 താഴെ പോവുകയോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ ചെയ്യേണ്ടതാണ്.